grease resistant, craft paper, recycled craft, coated papers, wax coated paper, laminated paper, low density polyethylene, aluminum foil, cardboard, tin foil മുതലായ പേപ്പറുകളാണ് ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യാനായി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് അടങ്ങിയ പാക്കിംഗ് പേപ്പർ യൂസ് ചെയ്താൽ പല BPA പോലുള്ള ഹാംഫുൾ കെമിക്കൽസ് കാരണം ആരോഗ്യത്തിന് ഹാനികരമായേക്കാം എന്ന് FDA ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പറയുന്നു. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചാൽ അല്പാൽപ്പം അലുമിനിയം കൂടി പാക്ക് ചെയ്ത ഭക്ഷണത്തോടൊപ്പം ശരീരത്തിൽ പ്രവേശിച്ച് കിഡ്നി ഫെയിലിയറിന് കാരണമാകും എന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. വാഴയില, വട്ടയില പോലുള്ള ഇലകൾ എത്ര വാഷ് ചെയ്താലും ഹാംഫുള്ളായുള്ള E. coli, നോറോ വൈറസ്, സാൽമൊണെല്ല, ലിസ്റ്റേറിയ തുടങ്ങിയ ജേംസുകൾ പോവുകയില്ല എന്നും അവ പാക്ക് ചെയ്ത ഫുഡിനോടൊപ്പം ശരീരത്തിൽ പ്രവേശിച്ച് അപകടകരമായേക്കാം എന്നും US ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. വാക്സ് കോട്ടഡ് പേപ്പർ ഉപയോഗിച്ചാൽ വാക്സ് ചെറിയ ചൂടിൽ പോലും മെൽറ്റ് ചെയ്ത് ഫുഡിനോടൊപ്പം ശരീരത്തിൽ കടന്ന് അപകടകരമായേക്കും എന്ന് ചില ഹെൽത്ത് ഓർഗനൈസേഷനുകൾ പറയുന്നു. വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങളും ഫ്രൂട്ട്സും ഒന്നും പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടരുത് എന്ന് FSSAI കർശന നിർദ്ദേശം രാജ്യത്തുടനീളം നൽകിയിരിക്കുന്നു. ഇനി ഫുഡ് പാക്ക് ചെയ്ത് മേടിക്കാൻ എന്ത് ചെയ്യാം? ഒരു ലോജിക്കും ഇല്ലല്ലോ. ഇക്കണക്കിന് പോയാൽ ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ പൊതിയാതെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട ഗതികേടിലാണ്.